അബ്ദുറഹ്മാൻ ഫൈസി ഉസ്താദ് അവറുകൾക്ക് നമ്മുടെ ഈ പരിപാടിയുടെ പേരിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഉസ്താദ് അവറുകളെ അനുസ്മരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹനീഫ മൗലവി ഉസ്താദ് ബേല്യ അജാവറ അവറുകൾ സംസാരിക്കും. ഉസ്താദ് അവറുകളെ വളരെ ആദരവോടുകൂടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ما بعد. വളരെയേറെ ബഹുമാനവും ആദരവും പവിത്രവും ധന്യവുമായ ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാർ, സയ്യിദന്മാർ, ഉമറാക്കൾ, ഉലമാക്കൾ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് ബഹുമാനം പ്രകടിപ്പിക്കേണ്ടതാണ്. സമയവും സന്ദർഭവും അതിന് യോജിക്കാത്തത് കൊണ്ട് അവർക്ക് അർഹതമായ ബഹുമാനത്തെ നൽകിക്കൊണ്ട് ഒരല്പം ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. يملي الولي له فلا ضمير ولا إن تولي عنك مدام. ഈ ശംസുലീമാനിലെ ഈ രണ്ട് വരികൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇടാനുള്ള കാരണം ആദരണീയനായ ഉസ്താദ് അബൂബക്കർ ഉസ്താദ് അവറുകൾ എല്ലാ വേദികളിലും തുടക്കത്തിൽ പറയുന്ന വരികളാണ്. നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഉസ്താദിന്റെ അരികിൽ ഈ മാപ്പിളടുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചു കാലം പഠിക്കാൻ അവസരം കിട്ടിയ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ മുൻകാലങ്ങളിൽ ആ മാപ്പിളടുക്കം എന്ന് പറയുന്ന സ്ഥലം മൂത്രയിക്കാൻ പോലും ഖലാഉൽ ആജത്തിന് പോലും ഒരു സ്ഥലവും സൗകര്യവും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു മാപ്പിളടുക്കം. ഇന്ന് കാണുന്ന ആ സൗകര്യങ്ങളൊക്കെ ആദരണീയനായ ഉസ്താദ് അവറുകൾ നേടിക്കൊടുത്ത ഒന്നാണത്. അവിടെ പഠിക്കുന്ന മുതാലിങ്ങൾ, ഞാനടക്കം ഇവിടെ എല്ലാ സദസ്സിലും മുതാലിങ്ങളുണ്ട്. ഇവിടെ ഖാദർ ഹസനവി ഉസ്താദ് ഉണ്ട്, അതുപോലെ തന്നെ റസാഖ് ഹസനവി ഉസ്താദ് ഉണ്ട്. പേര് പറയാൻ എനിക്കറിയാത്ത ഒരുപാട് ശിഷ്യന്മാർ ഈ സദസ്സിലുണ്ട്. അതിന്റെ യഥാർത്ഥ കാരണം നിങ്ങൾ ഈ ഇരിക്കുന്ന ഒരു ഇരുത്തം മാത്രമാണ്. നമ്മൾ എന്തുകൊണ്ട് പല സ്ഥലങ്ങളിൽ ഒരുപാട് സമയം ഇരിക്കുന്നില്ല? ഇതിന്റെ ഒരേ ഒരു കാരണം ആദരണീയനായ ഉസ്താദിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം എന്നതിന്റെ തെളിവ് ഈ ഇരുത്തമാണ്. ആർക്കും ഇരിക്കാൻ സാധ്യമല്ല. 10, 15, 20 മിനിറ്റോ ഇരിക്കാനേ സമയമുള്ളൂ. ഒരു ഇൽമ് കേൾക്കണമെങ്കിൽ, ഒരു കുട്ടിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപനം നൽകണമെങ്കിൽ ഒരു 40 മിനിറ്റേ ആ കുട്ടി ഇരിക്കൂ. പിന്നെ ഇരിക്കൂല. കുട്ടിയുടെ ലോകത്തായി. അത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ച് ഈ ദീനീ ബോധം നൽകാൻ വേണ്ടി മാപ്പിളടുക്കത്ത് കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ ഞാൻ എന്റെ കണ്ണുകൊണ്ടും കൂടെ പഠിക്കുന്ന സമയത്ത് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അവിടെ ഭക്ഷണം വെക്കാൻ ഒരാളില്ല, വിറക് കൊണ്ടാൻ ഒരാളില്ല, അവിടെ കടക്കാനൊരു സ്ഥലമില്ല, മൂത്രയിക്കാൻ സ്ഥലമില്ല, ഖലാഉൽ ആജത്തിന് സ്ഥലമില്ല. വിദ്യാർത്ഥികളും ഉസ്താദും ആവശ്യത്തിനനുസരിച്ച് കാട്ടിൽ പോയിട്ട് ഖലാഉൽ ആജത്ത് നടത്തി വന്നുകൊണ്ട് ആ ഇൽമിനെ കൈവിടാതെ ഓരോ വിദ്യാർത്ഥികളുടെ ഹൃദയാന്തരാളത്തിലേക്ക് വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ നുകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദാണ്. ഫീൽ എന്താണ്, ഫായിൽ എന്താണ് എന്ന് മനസ്സിലാക്കിയത് ഞാൻ അബൂബക്കർ ഉസ്താദിന്റെ അരികിൽ നിന്നാണ്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇൽമിന്റെ മേഖലകളെ വളർത്തിയത് ആദരണീയനായ അമരക്കാരൻ ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ്. അത് മാത്രമല്ല, ചോറ് വെക്കാൻ ആളില്ല, ഉസ്താദ് വെള്ളം കൊണ്ടുതരും, ഞങ്ങൾ കറി വെക്കും, മുളക് മുറിക്കും, അതിനൊക്കെ കൂടും. എല്ലാം കഷ്ടപ്പെട്ടിട്ട് ഒന്നാം ദർസും എല്ലാ ദർസിലിരുന്ന് രണ്ടാമത് നനക്കാനുള്ള വെള്ളങ്ങളില്ല, പുഴയിലേക്ക് പോകണം, ഉസ്താദിനെയും കൊണ്ട് ഉസ്താദും വരും, മക്കളെ പോയി നമ്മൾ നനച്ച് കുളിച്ചു വരാം. ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചത് ഇൽമിന്റെ മേഖലകളെ വളർത്താൻ വേണ്ടിയാണ് ആദരണീയനായ ഉസ്താദ് അവറുകൾ. നടന്ന് ഈ വീട്ടിൽ നിന്ന് നടന്നു വരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഈ പ്രഭാഷണം, ഈ അനുസ്മരണ ആശംസ പ്രഭാഷണം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആദരണീയനായ സയ്യിദ് അമരക്കാരൻ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളും അതുപോലെ തന്നെ മൗലാന നജീബ് ഉസ്താദ് അവറുകളും
വന്നിരിക്കുകയാണ്. അപ്പൊ ഉസ്താദിന്റെയും സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളുടെയും ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദിന്റെയും സമ്മതത്തോടു കൂടി ഒരു 2 കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മാപ്പിളടുക്കം എന്ന് പറയുന്ന പ്രദേശം ഈ കാണുന്ന വീടോ ഈ കാണുന്ന ബാർഫിട്ട വീടോ അല്ല, ഒരു ഓടിട്ട വീട്. ഇതിന്റെ തൊട്ടടുത്ത് ഒരു കിണറുണ്ട്. ആ കിണറിലേക്ക് ആരെയുമില്ല, വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. ഉസ്താദ് വന്നു, ദർസ് നടത്തി. അങ്ങനെ 2ാം ദിവസം കഴിഞ്ഞ് മക്കളെ നമ്മളൊന്ന് പോയിട്ട് ആ വെള്ളത്തിന്റെ കിണറിന്റെ എന്തെങ്കിലും ഒരു ചേറെടുക്കാം, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ചേറ്, അങ്ങനെ ചേറെടുക്കാം മക്കളെ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും ഈ സദസ്സിലുണ്ട്, ഒരുപാട് ഉസ്താദന്മാർ വന്നവരുണ്ട്. അത്രയും കഷ്ടപ്പാട് എണ്ണി പറയാൻ പറ്റില്ല. എന്നിട്ട് ആ മാപ്പിളടുക്ക സ്ഥലത്ത് ചോറ് വെക്കാൻ ക്യാൻറ്റീനിലേക്ക് ആള് വേണം. ഇന്ന് കാണുന്ന ആ മനോഹരമായ ബിൽഡിങ്ങുകളല്ല, അവിടെ താഴെ ഒരു ചാലുണ്ട്, ബാത്റൂം ഇല്ല, കാട്ടിൽ പോകണം, ഫോറസ്റ്റ് കാട്ടിലേക്ക് പോയിട്ട് വരണം. ഈ ഫോറസ്റ്റ് കാട്ടിൽ നിന്ന് ഖദാഉൽ ഹാജത്ത് നടത്തിയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോ അമുസ്ലിമീങ്ങളായ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദായിത്തെ മറയാക്കളെ അടുങ്കാവത്ത് പറപ്പണ അത് കൊണ്ടുതൊള്ളായിട്ടാണോ പതത്തുണ്ടോ? തുളുഭാഷയാണ്. അതായത് അവർ പറയുന്നത് എന്തോ തുണിന്റെ ഉള്ളിൽ അവർ ഒളിപ്പിച്ചുകൊണ്ടാണോ വരുന്നത്. സത്യത്തിൽ മനോഹരം ചെയ്യാൻ വെള്ളമില്ല. ഇവിടെ വന്നിട്ട് ആ മാപ്പിളടുക്ക കാണുന്ന സൈഡ് ഭാഗത്തിലുള്ള ചാലിൽ വന്നിട്ട് മനോഹരം ചെയ്യുന്ന മഹാനായ ഉസ്താദ് അവറുകൾ ഇവിടെ നിന്ന് നടന്നിട്ട് മാപ്പിളടുക്കത്തേക്ക് വരും. അതുപോലെ തന്നെ മേനാള മക്കാമിലേക്ക്, അതുപോലെ തന്നെ അജാവരം, കുമ്പർച്ചോട്, കൊല്ലമുകർ, അങ്ങനെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് സംഭവങ്ങൾ നിങ്ങളെ സദസ്സിൽ, നിങ്ങളെ ഹൃദയാന്തരത്തിലേക്ക് ഇടാനുണ്ട്. അതുപോലെ തന്നെ മഹാനായ നമ്മൾ അനുസ്മരിക്കേണ്ട ഒരു ഈ നാട്ടിൽ ഒന്ന് അബൂബക്കർ ഉസ്താദ്, അതുപോലെ തന്നെ ദുഗലടുക്കയിലുള്ള ആദരണീയനായ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ, ആ തങ്ങൾ അവറുകളും ഞാൻ സൈനുൽ ആബിദീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ബാപ്പാലിപ്പുനത്ത് പഠിക്കുന്ന കാലത്ത് ആദരണീയനായ സൈനുൽ ആബിദീൻ തങ്ങൾ അന്ന് പ്രഭാഷണ ലോകത്തിലെ അത്ഭുത ചക്രവർത്തി എന്ന് തന്നെ, അത്ഭുത ബാലകൻ എന്നറിയപ്പെടുന്ന സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ ബാപ്പാലിപ്പുനത്തേക്ക് ഞങ്ങളുടെ ദർസ് വിദ്യാർത്ഥികളുടെ ഫസാഹത്തുൽ ലബാ സാഹിത്യ സമാജം എന്ന് പറയുന്ന ഒരു സമാജത്തിന്റെ പ്രഭാഷണത്തിന് വേണ്ടി സൈനുൽ ആബിദീൻ തങ്ങളെ ക്ഷണിക്കുകയുണ്ടായി. സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ വണ്ടൂരിലാണ് പഠിക്കുന്നത്. അവിടെ വരികയും നല്ല മനോഹരമായ പ്രഭാഷണം നടത്തി. ഞാൻ ജീവിതത്തിന്റെ പരിശുദ്ധിയെ ഒരു ഓർമ്മപ്പെടുത്തുന്നതാണ്. അങ്ങനെ ആ സൈനുൽ ആബിദീൻ തങ്ങൾ ഞങ്ങൾ കിടക്കുന്ന താഴെ ഒരു ഓലപ്പായിൽ കിടന്നിട്ട് എന്നിട്ട് പറയാണ് ഞങ്ങളോട്, തളങ്ങാണി ഉണ്ടാകും, തളങ്ങാണി. അപ്പൊ സൈനുൽ ആബിദീൻ തങ്ങൾ പറയാ, തളങ്ങാണി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി ഉറങ്ങിയിട്ടുണ്ടാകുമ്പോ ആ തളങ്ങാണി എടുത്തിട്ട് കൊണ്ടുപോവാ. ഞങ്ങൾ അങ്ങനെയാണ് കിടക്കുന്നത്. അത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ച് വന്ന ആളുകളാണ് സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളും അതുപോലെ തന്നെ ഫഖറുദ്ദീൻ തങ്ങൾ. എന്റെ വാപ്പ ഫഖറുദ്ദീൻ തങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ള ആളാണ്. എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു അമുസ്ലിമായ സ്ത്രീ, ആ സ്ത്രീയുടെ പേര് മെട്ടി അഥവാ പാത്ത എന്ന് പറയും. ആ സ്ത്രീക്ക് ഒരു വിഷം തൊട്ടു, പാമ്പ്. മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചയച്ചു. അപ്പൊ എന്റെ വാപ്പ ഫഖറുദ്ദീൻ തങ്ങളുടെ അടുക്കൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ഒരു ക്യാനിൽ വെക്കും. അത് തീരുമ്പോഴും കൂട്ടിക്കൊണ്ടേയിരിക്കും. ഉപ്പാക്ക് പോവാൻ കഷ്ടാന്ന്. അങ്ങനെ ആ വെള്ളം കൊടുത്തപ്പോ ആ കയറിയ വിഷം ഇറങ്ങിപ്പോവുകയും ഡോക്ടർ വിധി എഴുതിയത് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്ത സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഫഖറുദ്ദീൻ തങ്ങൾ ഇപ്പോ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളാണ് നേതൃത്വം കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് തന്നെ ഇവിടെ അബൂബക്കർ ഉസ്താദ്, ദുഗലടുക്കത്ത് സൈനുൽ ആബിദീൻ തങ്ങളാണ്. അല്ലാഹു തആല അവരുടെ ദറജ, അല്ലാഹു തആല അവരെ നമുക്ക് വേണ്ടി നേതൃത്വം നൽകാൻ ദീർഘകാലമുള്ള ആയുസ്സും ആഫിയത്തും ആരോഗ്യം നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി സകല ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.